ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ചാനൽ വീഡിയോ കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ തീം എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളർ തീമാട്ടോ. അപ്പോൾ ഞാൻ രണ്ട് വലിയ ഷീറ്റ് പേപ്പർ എടുത്തതിൽ ഒരു ഷീറ്റ് പേപ്പർ ഇതുപോലെ ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഞാനൊരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ഈ ഫ്രെയിം പോലെ വെച്ചിട്ട് അകത്തെ പേപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ വേറൊരു പേപ്പർ വെച്ച് ആ ഒരു ടെക്നിക്ക്. കാര്യം ഞാൻ ഇത് പിൻട്രസ്റ്റ് കണ്ട ഒരു മോഡലാണ്. പക്ഷെ അതുപോലെയൊന്നും എത്തിയില്ലെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതുപോലെ ഈ ഒരു സെൻറ്ററിലുള്ള പേപ്പറിനെ ഇങ്ങനെ കീറി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം പോലെ ഈ ഒരു പേജ് വരും. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കീറി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വേറൊരു ഷീറ്റ് പേപ്പറില്ലേ, അതിന് നമുക്കിതിൻ്റെ അടിയിലാക്കി വച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിതിനെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ടൗട്ട്സ് ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കണതാട്ടോ എങ്ങനെ വയ്ക്കാന്നുള്ളത്. ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഒരു സിമ്പിൾ ജേർണലിങ് ആട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പിൻട്രസ്റ്റിൽ കണ്ട ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. നമുക്കിതുപോലെ ഫ്രെയിംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വെച്ചിട്ട് ഫ്രെയിം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഫ്രെയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഷീറ്റ് പേപ്പറിനെ ഇങ്ങനെ ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രെയിമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രെയിം കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം ചെയ്തു വന്നപ്പോൾ ഞാൻ ഇനി കൊളാവുമെന്ന് വിചാരിച്ചില്ല. കാര്യം ഇത് ആദ്യമായിട്ട് ചെയ്യണ ഒരു ടൈപ്പാണ്. ബട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.